ഞാനൊരു ഇന്ത്യൻ മുസ്ലിമാണ്. വഖഫ് ഭേദഗതി അനുകൂലിക്കുന്ന ഒരു ഭാരതീയൻ. വഖഫ് ഭേദഗതി ബില്ല് മുസ്ലിം വംശഹത്യക്ക് വഴിവെക്കുന്നു എന്നുവരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് കപട യുക്തിവാദിയായിട്ടുള്ള ആരിഫ്, യഥാർത്ഥത്തിൽ എന്താ പ്രധാനമായിട്ടും അവൻ കപടൻ എന്ന് പറയുന്നത് എക്സ് മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം വിട്ടവനാണ്. ഇസ്ലാം ഏതു മതവും ഉപേക്ഷിച്ചാൽ പിന്നീട് ആ മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം ലോകത്ത് ഒരു ലോകത്തിൻ്റെ ഒരു ഭാഗത്തുമില്ല. ഞാനൊരു പ്രസ്ഥാനം ഒഴിവാക്കിയാൽ അത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും മതപ്രസ്ഥാനമായാലും ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ആയിരുന്നു, ഇവിടെ ഞാനൊരു എക്സ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ എക്സ് CPM എന്ന് ആരെങ്കിലും പറയുമോ? അപ്പോൾ തലൻ്റെ അകത്ത് ചാണകം മാത്രമുള്ള മുസ്ലിം വിദ്വേഷം മാത്രം കുത്തി നിറച്ച് എന്തിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത് ഇവൻ്റെ ആമാശയത്തിലേക്ക് ഇത്തരത്തിലുള്ള മുസ്ലിം വിരോധങ്ങൾ പറഞ്ഞുകൊണ്ട് സംഘികളുടെ സർട്ടിഫിക്കറ്റ് കിട്ടി കൂടുതൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണല്ലോ. അപ്പോൾ കൂടുതൽ റീച്ച് കിട്ടി, അപ്പോൾ കൂടുതൽ കാണികൾ കണ്ട്, അപ്പോൾ ഈ സോഷ്യൽ മീഡിയകളിൽ നിന്ന് അവന് കിട്ടുന്ന പ്രതിഫലങ്ങൾ അത് വിഴുങ്ങുക, അതിനുവേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്, വേറെ ഒന്നിനുമല്ല. മാത്രമല്ല മാനുഷികമായ എന്തെങ്കിലും ഒരു മൂല്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം അവൻ പറയുകയാണ് ഞാൻ ഒരു ഉത്തരം തരണം. 1920 ശ്രീമൂലം തിരുനാള് മഹാരാജാവ് സത്താർ സേട്ടിന് പാട്ടത്തിന് കൊടുത്ത ഭൂമി എങ്ങനെയാണ് സത്താർ സേട്ടിന്റെ സ്വന്തമായി മാറിയത് ഒന്ന് പറഞ്ഞുതരാം. തനിക്ക് പാട്ടത്തിന് ലഭിച്ച ഭൂമി സത്താർ സേട്ട് സിദ്ദിഖ് സേട്ടിന് കൈമാറിയത് ഏത് നിയമത്തിന്റെയും രേഖയുടെയും അടിസ്ഥാനത്തിലാണ്? എവിടെ നിങ്ങളുടെ അതിനുള്ള മറുപടി? അതുപോലെ ഒരിക്കൽ വഖഫായ ഭൂമി എല്ലാ കാലവും വഖഫായിരിക്കും എന്നതാണ് വഖഫ് നിയമം എന്നിരിക്കെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ വസ്തു തന്നെ ഭാരതീയ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ മുസ്ലിമാണ്. ഈടോ ഹാർപ്പിക്ക് നീ ഇന്ത്യൻ മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ സാധാരണ അങ്ങനെ നീ വലിയ വിവരമുള്ളവനാണെന്നാണോ നീ പറയുന്നത്? യഥാർത്ഥത്തിൽ നിന്റെ വിവരത്തെക്കുറിച്ചൊക്കെ തുടർന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ വ്ളോഗുകൾ ചെയ്യുന്നുണ്ട്. നിന്റെ വിദ്യാഭ്യാസവും മതപരമായ വിദ്യാഭ്യാസവും നിന്റെ വഞ്ചനയും ഒക്കെ ചേർത്ത് ഇനിയും ഇൻഷാ അല്ലാഹ് ധാരാളം വീഡിയോകൾ പുറത്തു വരാനുണ്ട്. അപ്പോൾ നീ ഒരു മുസ്ലിമാണെന്ന് പറയുന്നു. എന്താണിടോ മുസ്ലിം? ഒരു പ്രാഥമിക മുസ്ലിം, വലിയ വിവരമൊന്നും വേണ്ട, ഒരു സാധാരണ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് വിട്ടാൽ, കമ്മ്യൂണിസം വിട്ടാൽ, BJP വിട്ടാൽ, എക്സ് BJP, എക്സ് കമ്മ്യൂണിസ്റ്റ്, എക്സ് ലീഗ് എന്നപോലെ ക്രിസ്ത്യാനികളിൽ നിന്ന് വിട്ടാൽ എക്സ് ക്രിസ്ത്യൻ, എക്സ് ഹിന്ദു ലോകത്ത് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ എന്താ എക്സ് മുസ്ലിം? ഇപ്പോൾ ആ എക്സ് മുസ്ലിമായ ഞാനിപ്പോൾ, അഥവാ ഞാൻ മുസ്ലിമിൽ നിന്ന് എന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ ആ നീജൻ പറയുന്നത് എന്താണെന്ന്. അപ്പോൾ ആ എക്സ് മുസ്ലിം ഞാനിപ്പോൾ ഒരു മുസ്ലിമാണ്. എന്താണോ എന്ത് മുസ്ലിമാണ് നീ? എങ്ങനെയാണ് ഇസ്ലാം ഈ ലോകത്ത് വന്നത്? പ്രത്യേകിച്ച് ഇന്ന് പറയുന്നത് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഒരു സത്യാവാചകം ചൊല്ലിക്കൊണ്ടാണ് ഓരോ വിശ്വാസിയും അഥവാ ഓരോ വിശ്വാസി അല്ലാത്തവനും ഈ ഇസ്ലാമിലേക്ക് കാലെടുത്ത് വെക്കുന്ന പ്രഥമ അവരുടെ സത്യാവാചകം അതാണ്. എല്ലാത്തിനും ഓരോന്നിനും സത്യാവാചകം ഉള്ളതുപോലെ തന്നെ ഇസ്ലാം അതിലേക്ക് പ്രവേശിക്കുന്ന ആൾക്ക് ഒരു സത്യാവാചകമുണ്ട്. അത് സർവശക്തനായ ഏകനായ അള്ളാഹു ഏകനാണെന്നും അവൻ്റെ പരിശുദ്ധതയെയും അതോടൊപ്പം തന്നെ അവൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബിയെയും ഒക്കെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അഥവാ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ കരുതി ഒക്കെ ഉള്ള ഒരു വിശ്വാസം അടിസ്ഥാനപരമായിട്ട്. നീ എത്ര കാലമായിടോ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം സമൂഹത്തെ ലോകത്ത് ഈ കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ അഥവാ മുസ്ലിങ്ങളുടെ മാന്യതയെയും മര്യാദയെയും അവരുടെ സൽസ്വഭാവത്തെയും മാത്രം പരീക്ഷിക്കുക. ഇത്രയേറെ സ്വഭാവശുദ്ധിയുള്ള സാമാന്യ ബോധമുള്ള ചിന്തിക്കുന്നവരുള്ള ഒരേ ഒരു സമൂഹം മുസ്ലിങ്ങളാണ് എന്ന് നിന്നെപ്പോലെയും ജാമിതയെപ്പോലെയുമുള്ള അധർമ്മവാദികൾ, അവിവേകികൾ നിങ്ങൾ ലക്ഷ്യമാക്കുന്നത് ഞങ്ങൾക്ക് തിരിച്ചറിയാം. നിങ്ങൾ ലക്ഷ്യമാക്കുന്നത് ഞങ്ങൾ ചങ്കിലേറ്റിയിട്ടുള്ള
അഥവാ 300 കോടിയോളം വരുന്ന മനുഷ്യർ സ്വാഭാവികമായും നെഞ്ചേറ്റിയിട്ടുള്ള ഈ മുസ്ലിങ്ങളുടെ പ്രവാചകനെ, ലീഡറെ, ആ പരിശുദ്ധ ഖുർആനെ, ഞാൻ ഈ ഖുർആൻ കത്തിക്കുമെന്നൊക്കെ പറഞ്ഞവനാണല്ലോ. അപ്പോൾ ഖുർആൻ കത്തിക്കുമെന്ന് പറഞ്ഞ ആ നീ സ്വാഭാവികമായിട്ടും ഞാനൊരു മുസ്ലിമാണെന്നും പറയുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിക്കുക? മുസ്ലിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള അവരുടെ വേദഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ ഞാൻ കത്തിക്കും എന്നാണ് നീ പറഞ്ഞത്. അപ്പോൾ നീ എങ്ങനെയാണ് മുസ്ലിമായിരിക്കുക? അതോടൊപ്പം തന്നെ നീ ഇപ്പോൾ ആ പ്രവാചകനെ നീ തെറി പറഞ്ഞിട്ടല്ലാതെ നീ ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും ഒരു 500 തെറി ആ പ്രവാചകനെ പറഞ്ഞിട്ടല്ലാതെ, ആ ഞങ്ങൾ നെഞ്ചേറ്റിയിട്ടുള്ള ആ പ്രവാചകനെ ഇത്രയേറെ തെറി പറഞ്ഞ നരാധമൻ നീയും നിന്റെ വെപ്പാട്ടിയായി കഴിയുന്ന ജാമിദയും മാത്രമാണ്. വേറെ ആരും ലോകത്ത് ഞങ്ങളുടെ പ്രവാചകനെ ഇത്രയേറെ അനാദരിക്കുകയും നിന്ദിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു നട്ടിട്ടില്ലാത്ത ഭരണകൂടമായതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഇത്തരത്തിൽ പറയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നിന്റെ ചാനൽ എന്നോ പൂട്ടും, ഒരു സംശയവും വേണ്ട. കാരണം ആരിസും അതിന് എന്ത് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ പൂട്ടിയത്? അതോടൊപ്പം തന്നെ ഇപ്പോൾ സുനിത ദേവദാസ് അതുപോലെയുള്ള ആളുകളുടെ ഒക്കെ ചാനലുകൾ പൂട്ടുന്നുണ്ട്. അവർ എന്തു ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ അവരുടെ ചാനലുകൾ പൂട്ടുന്നു? അവർ ഇന്ന് വരെയും അന്യമത വിദ്വേഷം പറഞ്ഞിട്ടില്ല, ഒരു മതത്തെയും നിന്ദിച്ചിട്ടില്ല, ഒരു വ്യക്തിത്വത്തെയും നിന്ദിച്ച് സംസാരിച്ചിട്ടില്ല. ഇന്ന് കാണുന്ന വർത്തമാനകാല രാഷ്ട്രീയത്തെ അതിൻ്റേതായ രീതിയിൽ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ തങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് വ്ളോഗുകൾ ചെയ്തു എന്നത് ഒഴിച്ചു നിർത്തിയാൽ, അഥവാ അപരനിന്ദകൾ ഒഴിവാക്കാൻ, മനുഷ്യർ തമ്മിലുള്ള വെറുപ്പിൻ്റെ അകലം കുറയ്ക്കാൻ തീവ്രമായി ശ്രമിക്കുന്നവരല്ലാതെ വേറെ ആരും തന്നെ ഇന്ന് സ്വാഭാവികമായിട്ട് ഇവരൊന്നും തന്നെ ചെയ്തിട്ടില്ല. മാത്രമല്ല, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് തെറ്റിദ്ധരിച്ചു പറഞ്ഞാലും ഒരു മതവിദ്വേഷം ഉണ്ടാക്കി വെറുതെ കമൻറ്റ് ചെയ്യുകയല്ല വേണ്ടത്. അച്ചായന്മാരെ, ക്രിസംഖികളെ, സംഖികളെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ എന്നെ വളരെ മോശമായി ചിത്രീകരിച്ച് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രൂഫ് കൂടെ പറയണം, അല്ലെങ്കിൽ വെക്കണം. അതല്ലാതെ മനപൂർവ്വം ഞാനും ഒരു വർഗീയവാദിയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ വർഗീയവാദത്തിൻ്റെ തെളിവ് നിങ്ങൾ വെക്കണം. വർഗീയവാദി എന്ന് പറയുന്നത് സാമാന്യനെ യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന സംഘികളും ക്രിസംഖികളും കാസയും അതോടൊപ്പം തന്നെ ഈ മുസംഗി അഥവാ ഇവൻ്റെ മുറിയണ്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നരാധമൻ്റെ മുറിയണ്ടി അവൻ്റെ വാപ്പ നടത്തിയതാണ്. മാത്രമല്ല, എന്നിട്ട് ഈ മുറിയണ്ടി മനുഷ്യർ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് അവരുടെ ചേലാകർമ്മം ഇന്ന് ഇവൻ പരിഹസിച്ചു പറയുന്ന ഈ മുറിയണ്ടി നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശരിയാക്കി തരാം, മുസ്ലിങ്ങൾക്ക് ഇനി ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല, അവരുടെ അടിസ്ഥാനപരമായ ഈ തഹാരത്ത് എന്ന് പറയുന്ന ചേലാകർമ്മം നടത്തിക്കൊണ്ട് ഇനി ഇന്ത്യയിൽ കഴിയില്ല. ഇതാ ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചേലാകർമ്മം തടയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഒട്ടനേകം പണമാണ് ഇവൻ ആളുകളിൽ നിന്ന് പറ്റിച്ചെടുത്തത്. നിങ്ങളൊന്ന് ചോദിക്കൂ, അവൻ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചോദിക്കൂ, സമൂഹമേ, ഈ പറ്റിച്ചെടുത്ത പണം എവിടെയാണ്? ഈ ചേലാകർമ്മം നിരോധിക്കുന്നതിന് വേണ്ടി ഇവൻ കോടതിയെ സമീപിച്ചിട്ടുണ്ടോ? അതോ നിങ്ങൾ കൊടുത്ത പൈസയൊക്കെ അവൻ വയറ്റിലാക്കി വിഴുങ്ങിയോ? മാത്രമല്ല, അവൻ്റെ ഭാര്യമാരെ രണ്ടാളെയും അവൻ ഡിവോഴ്സ് ചെയ്ത് അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല, നിയമലംഘനങ്ങൾ മാത്രമാണ് നടത്തുന്നത്. അവൻ്റെ മാതാപിതാക്കൾ വയസ്സായിട്ടുള്ളവരുണ്ട്, ഒരു മാനുഷികതയും മര്യാദയും അവരോട് പുലർത്തുന്നില്ല. അതെന്തോ ആവട്ടെ, അത് ആഭ്യന്തര കാര്യമാണ് അവൻ്റെ, എന്തെങ്കിലും വെക്കാം. പക്ഷേ ഇവനാണ് യഥാർത്ഥത്തിൽ ഒട്ടനേകം വെപ്പാട്ടികളുമായിട്ട് ഇപ്പോൾ ലിവിൻ ടുഗദർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അഥവാ ഒരു മൃഗത്തേക്കാൾ അതപ്പതിച്ച് ജീവിക്കുന്ന ഇവനാണ് അടിസ്ഥാന മൂല്യമുള്ള മുസ്ലിമീങ്ങളെ വിമർശിക്കുന്നത്. ഇപ്പോൾ അവന് കിട്ടിയിരിക്കുന്നത് ഒരു ഇര എന്താണ്? ഇപ്പോൾ വഖഫ്, ആ വഖഫിൽ കടിച്ചു തൂങ്ങിയിട്ട് എത്രത്തോളം ഈ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കി അവർക്കെതിരെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നോക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ ഇരിക്കേണ്ടത് വേറെ സ്ഥലത്താണ്. ഇവിടെ ഞാനത് പറഞ്ഞിട്ട് കാര്യമില്ല. നട്ടലില്ലാത്ത ഭരണകൂടത്തിന് കീഴിൽ എന്തുമാവാം. ഇപ്പോൾ ഈ രണ്ടാം തവണ അധികാരം കിട്ടിയ പിണറായി ഭരണകൂടം അങ്ങേയറ്റം ശിഖണ്ഡിത്തരവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നട്ടലില്ല, ന്യൂനപക്ഷ സമൂഹം സംഘടിതരല്ല എന്നും ശക്തരല്ല എന്നും ബോധ്യപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ പിണറായി ഭരണകൂടത്തിന്.
അതിൻ്റെ പേരിലാണ് ഇന്നും ഈ മുസ്ലിം വിദ്വേഷ പ്രചാരകർക്കെതിരെ കേസെടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ NRCക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ ചെയ്ത കേസുകൾ 800ഓളം ഉണ്ട്. ഇപ്പോഴും അത് പിൻവലിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ അവിടുത്തെ ചെറുപ്പക്കാരും യുവാക്കളും വിദേശ രാജ്യത്തേക്ക് പോകുന്നതിൽ വരെ അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈരാറ്റുപേട പറഞ്ഞ സംഭവത്തിൽ PC ജോർജിനെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലാണ് പിണറായിയുടെ മറുപടി ഉണ്ടായത്. അതുപോലെ സർവ്വ കാര്യങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിദ്വേഷ പ്രചരണങ്ങൾ, അതായത് മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഇനി ഒരു 3ാം ടൈമിലേക്ക് വരാനുള്ള ശ്രമമാണ്. അതിപ്പോൾ പോളിറ്റി ബ്യൂറോയിൽ 3ാം തവണയും തനിക്ക് കയറി കൂടാൻ എല്ലാ നിയമങ്ങളെയും ഭേദഗതി ചെയ്തുകൊണ്ട് കടന്നു വരുന്ന ഒരു വ്യക്തി. അപ്പം ഞാൻ പോട്ടെ, അതും അവരുടെ രാഷ്ട്രീയ കാര്യം. അപ്പം ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ RP ഹുസൈൻ വേറെ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മുസ്ലിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ഈ നരാധമന് എന്ത് അവകാശമാണ്? നീ എന്താണോ മുസ്ലിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു? നീ ആരാണ്? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് സാധാരണ രീതിയിൽ സുപ്രീം കോടതി ചോദിക്കുന്ന ചോദ്യത്തിന്, അല്ലേ? കോടതികളാണ് സാധാരണ മനുഷ്യരോട് അല്ലെങ്കിൽ അവിടെ നിയമലംഘനങ്ങളോട് അനീതികളോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അതല്ലാതെ ഇവൻ അഥവാ മുസ്ലിം നാമധാരി എന്നതിലുപരി വേറെ ഒന്നുമില്ലാത്ത മൃഗങ്ങളെപ്പോലെ മൂത്രമൊഴിച്ച് കുടഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന നജസും മറ്റു മാലിന്യവും എന്താണെന്ന് പോലും അറിയാത്ത ഒരു വിഡ്ഢി മുസ്ലിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നോക്കണം. ഇപ്പോൾ ജനം TV ഒക്കെ അവൻ ചോദ്യം ചോദിക്കുന്നതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്താണിടോ എനിക്ക് മുസ്ലിങ്ങളെക്കുറിച്ച് അറിയുക? നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്താണ് അറിയുക? എന്നാ നീ കേട്ടോ വിഡ്ഢി, നീ പഠിച്ചിട്ട് ചോദ്യം ചെയ്യടാ. അതല്ലാതെ ഹീനമായ രീതിയിലുള്ള വൃത്തികെട്ട അഥവാ വേശ്യകൾ പോലും പറയാത്ത നീചമായ വാക്കുകൾ പറഞ്ഞിട്ട് തടിതപ്പലല്ല. മന്ദന്മാരായ ആളുകളെ പറ്റിക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ചു കാലത്തേക്കേ പറ്റുള്ളൂ. കുറച്ചു കാലത്തേക്ക് എല്ലാവരെയും എല്ലാ കാലത്തേക്കും കുറച്ചുപേരെയും നീ ചതിച്ചുകൊണ്ട് നിനക്ക് വയറ് നിറക്കാം, മലം വാരി നിറക്കാൻ നിന്റെ വയറ്റിലേക്ക്. പുറത്തേക്ക് വന്ന മലം സാധാരണ വീണ്ടും വയറിലേക്ക് നടക്കുന്ന ഒരു സംഭവമില്ല. പക്ഷേ നീ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്. മാത്രമല്ല നീ മറ്റൊരു കഥ പറഞ്ഞു, അതിനാണ് ഇപ്പം ഞാൻ മറുപടി പറയുന്നത്. 1920 ശ്രീമൂലം തിരുനാളിൻ്റെ ആ ഭൂമി സത്താർ സേട്ടിന് പാട്ടമായിരുന്നു. എടാ പരമവിഡ്ഢി, ഈ ജനങ്ങളെ എങ്ങനെയാണ് നീ പറ്റിക്കുന്നത്? സാധാരണ ഇവിടെയുള്ള ഭൂമി മുഴുവനും ആരുടേതാണ് ശരിക്ക്? ലോകത്ത് ഏതു ഭാഗത്തും ഭൂമിയുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ലടാ. സാധാരണ നീ ഒരു ഭാരതീയ മുസ്ലിമാണ്, ഇന്ത്യൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് സാധാരണ ഇന്ത്യൻ മുസ്ലിം അല്ലെങ്കിൽ പാകിസ്ഥാൻ മുസ്ലിം അല്ലെങ്കിൽ ശ്രീലങ്കൻ മുസ്ലിം അല്ലെങ്കിൽ അറേബ്യൻ മുസ്ലിം, അങ്ങനെ ഒരു മുസ്ലിമില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ ദൈവിക നിയമങ്ങളെ അനുസരിക്കുന്നവൻ, ആ പ്രവാചകന് വഴിപ്പെടുന്നവൻ, അതാണ് മുസ്ലിങ്ങൾ. എന്നിട്ട് ആ മുസ്ലിങ്ങൾക്ക് നീ ഉണ്ടാക്കണ്ട, അത് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്. മാത്രമല്ല മൂത്രമൊഴിച്ചാൽ പോലും കഴുകാതെ, അപ്പിയിട്ടാൽ കഴുകാതെ പോകുന്ന ഫെമിനിസ്റ്റ് ആയിട്ടുള്ള നീ ഞങ്ങൾക്ക് ഉപദേശം തരണ്ട. 1920 ശ്രീമൂലം തിരുനാൾ നിന്ന് പാട്ടത്തിനെടുത്ത സത്താർ സേട്ട്, അതാണ് ആയിക്കോട്ടോ. ഭൂമി ലോകത്തൊക്കെ അടിസ്ഥാനപരമായിട്ട് ദൈവത്തിൻ്റെതാണ്, ഭൂമി ഈശ്വരൻ്റേതാണ്. ആ ഭൂമി മനുഷ്യന്മാർ വെട്ടിപ്പിടിച്ച് കയ്യിൽ പിടിച്ചതാണ് പഴയകാലം മുതൽ തന്നെ. പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റൊക്കെ വന്നതിനു ശേഷം, ഇന്ത്യ സ്വാതന്ത്ര്യപ്രാപ്തിയിലെത്തിയതിനു ശേഷമാണ് രാജ്യത്ത് പ്രത്യേകമായ നിയമങ്ങളും രജിസ്ട്രേഷനും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് എല്ലാവർക്കും അറിയാം, ഈ വിഡ്ഢിക്ക് അതുപോലും അറിയില്ല. അങ്ങനെ അക്കാലത്ത് ഒക്കെ ഈ പറയുന്ന വള്ളത്തോൾ കുടുംബം, അതോടൊപ്പം അതായത് രാജാവിൻ്റെ കുടുംബങ്ങൾ അല്ലെങ്കിൽ രാജാവ് കൈകാര്യം ചെയ്തിരുന്നു. രാജാവിന് ഈശ്വരൻ നേരിട്ട് കൊടുത്തതല്ല, രാജാവ് വെട്ടിപ്പൊടിച്ചതാണ് അധികാരങ്ങൾ ഉപയോഗിച്ച്. അങ്ങനെ രാജാവിൻ്റെ ശിങ്കടികൾക്ക് അതിങ്ങനെ കൈമാറിക്കൊടുത്തു. അവരാവട്ടെ അലസന്മാരും ഈ ഭൂമി കൊണ്ടുകൊടുക്കാൻ അഥവാ നടത്തിക്കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും കഴിവില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്പൂരിമാർക്ക് ആകെ ഉള്ള ലക്ഷ്യം എന്താണ്? അവർക്ക് തിന്നു കുടിച്ച് സുഖിച്ച് നടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഏറി വന്നാൽ എന്താ പറയുക, ഒരു കഥകളി, ഈ കാര്യങ്ങളിൽ വ്യാപൃതരാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർക്കൊരു മാസത്തിൽ 10 ഇളനീര്, ഒരു 25 മടൽ ഓല, ഒരു കൊല പഴം കിട്ടിയാൽ ഏക്കർ കണക്കിൽ അവർ കൊടുക്കും. ഇന്ന് ഇഞ്ചി കൊണ്ടുപോയിക്കോ മഹമ്മദേ, ഇഞ്ചി കൊണ്ടുപോയിക്കോ പോക്കരെ. കാരണം എന്താണ്, ആ നമ്പൂരിമാർക്ക് പോലും ഈ പറയുന്ന ഈഴാളന്മാരായ ഈഴവജാതി വരെ ഉള്ള ആളുകളെ വിശ്വാസമില്ല, അടുപ്പിക്കൂല. അപ്പോൾ അത് ഈ പോക്കറിനും ഈ പറയുന്ന
മുഹമ്മദിനും കൊടുത്തത്. അവർ ഇതിൽ പ്രാപ്തരാണ്, പറഞ്ഞാൽ വാക്ക് മര്യാദയ്ക്ക് നിറവേറ്റും. അതുകൊണ്ട് അവർ ആ 10 ഇളനീരും 25 മടൽ ഓലയും കൃത്യമായി കൊണ്ടെത്തിക്കും. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നവർ മുഹമ്മദീയരാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്ന ഈ കുടുംബങ്ങൾ, വള്ളത്തോൾ കുടുംബമായാലും ഒക്കെ മുസ്ലിങ്ങളെ ഈ ഭൂമി ഏൽപ്പിച്ചത്. പിന്നീട് ഭൂപരിഷ്കരണ നിയമം മൂലം ഇത് സ്വാഭാവികമായിട്ട് പാട്ടത്തിനെടുത്ത, അല്ലെങ്കിൽ പാട്ടവും പോലും ഇല്ല ആർക്കും, ചൂണ്ടിപ്പണയം, വാക്കാൽ പണയം, ഇങ്ങനെയൊക്കെയാണ് അന്ന് പറയുക. അക്കാലത്ത് അങ്ങനെ തന്നെയാണ്, അത് സാധാരണ രീതിയിലുള്ള ഒരു സംഗതി തന്നെയാണത്. അപ്പോൾ ആ ചൂണ്ടിപ്പണയം, മറ്റേ പണയം, മറിച്ചേ പണയം എന്ന് പറഞ്ഞ് പിന്നീട് രേഖയുണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് ആരിഫ എൻ്റെ ബാപ്പ കൈകാര്യം ചെയ്യുന്നതും എൻ്റെ കുടുംബം കൈകാര്യം ചെയ്യുന്നതും ഒക്കെ. അതിൻ്റെ മേലെ ആധാരം നോക്കിയാൽ അത് പാട്ടം തന്നെയാണ്. അത് വള്ളത്തോളിൻ്റെയോ ദേവസ്വം മനയുടെയോ അല്ലെങ്കിൽ ഈ കഥകളി ഭ്രാന്തന്മാരുടെയോ ഒക്കെ തന്നെയാണ്. അതല്ലാതെ അപ്പോൾ അത് ആരും കൃത്രിമമായിട്ട് സത്താർ സേട്ട് ചെയ്തതല്ല. അങ്ങനെ അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് കിട്ടിയ ഭൂമി അദ്ദേഹം സ്വാഭാവികമായിട്ടും ഫാറൂഖ് കോളേജിന് ദാനം ചെയ്തു, വഖഫ് നിയമം അനുസരിച്ച്. വഖഫ് നിയമം നീ തുടർന്ന് പറയുന്നുണ്ട്. വഖഫ് നിയമം എന്ന് പറഞ്ഞാൽ പിന്നീട് ആ വഖഫ് ചെയ്യപ്പെട്ട ആ ആൾക്ക് അതിൻ്റെ ബാധ്യതയില്ല, അയാൾ മരിച്ചുപോയി, അത് വേറെ ആളുകളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അക്കാലത്ത് പിന്നീട് ആ വഖഫ് കൈകാര്യം ചെയ്യുന്നവർ അതിൻ്റേതായ ആ സ്വത്തുക്കളുടെ എന്താ പറയുക, പൂർവാധികം ശക്തിപ്പെടുത്തുന്നതിന്, അഥവാ അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഗുണത്തിന് വേണ്ടി. ഇപ്പം നമ്മൾ ആധാരത്തിൽ മറ്റൊരു നിയമം കൂടെ കാണാൻ നമുക്ക്, മൈനറായ കുട്ടികൾക്ക് സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആ മൈനറായ കുട്ടികളുടെ സ്വത്തുക്കൾ എന്താ പറയുക, പ്രത്യേക കോളം ചേർത്ത് ആധാരത്തിൽ വിൽപ്പന നടത്താം. പക്ഷേ ആ കുട്ടിയുടെ പുരോഗതിക്ക് അഥവാ ഗുണത്തിന് അനുസരിച്ചായിരിക്കണം അത് ചെയ്യേണ്ടത്. എന്നതുപോലെ തന്നെ വഖഫ് വസ്തുവിൻ്റെ ഒരു സ്വത്ത് വിൽക്കുമ്പോൾ അതിനേക്കാൾ ഗുണകരമായ രീതിയിൽ ആ വഖഫ് സ്വത്ത് വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമായിരിക്കും അത് വിൽക്കുക. അതല്ലാത്ത വഖഫ് വെട്ടി വിഴുങ്ങാനൊന്നും, ജാരം വെട്ടി വിഴുങ്ങുന്നത് പോലെ അങ്ങനെ പറ്റത്തില്ല. അത് നുണ മാത്രം പറയുകയാണ്. അത് ഇനി അവർ ചെയ്യുന്നുണ്ടോ, ഈ രാജ്യത്ത് എന്ത് കുറ്റം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് രാജ്യത്ത് നിയമമുണ്ട്. അത് കോടതികളിൽ തെളിയിച്ചിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കട്ടെ. അല്ലാതെ നീ ഇങ്ങനെ മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നീ നിൻ്റെ വിഷനാവ് കൊണ്ട് വെറുതെ എങ്കിലും വടായികളും വൃത്തികേടുകളും മതവിദ്വേഷത്തിൻ്റെ വചനങ്ങളുമല്ലാതെ അറിയാത്ത നീ പലതും തട്ടിവിട്ട് പ്രകോപനമുണ്ടാക്കി. അതുകൊണ്ടൊന്നും ഈ ഉത്ബുദ്ധരായ ജനങ്ങൾ ഇന്ന് ശക്തരാണ്, കാര്യങ്ങൾ മുഴുവനും അറിയും. നീ അവരെ പൊട്ടന്മാരാക്കാനും നിൻ്റെ വെപ്പാട്ടി ജാമ്യത പൊട്ടന്മാരാക്കാനും ഒന്നും മെനക്കെട്ടത് കൊണ്ടൊന്നും ഈ സമുദായത്തിന് ഒന്നും സംഭവിക്കില്ല. ഈ സമുദായം ഒത്തൊരുമിച്ചും അഥവാ ഉന്നതിയിലേക്ക് തന്നെ നീങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സമുദായത്തിനകത്ത് ഉണ്ടാകും. അതിൻ്റെ പേരിൽ നീ മുതലെടുക്കാൻ വരേണ്ട ആവശ്യമില്ല. നിൻ്റെ മദ്രസ, നിൻ്റെ മതവിദ്യാഭ്യാസം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. നിൻ്റെ ഈ പറയുന്ന വെപ്പാട്ടി ജാമ്യതയുടെയും ലിയാഖത്തും നിങ്ങളെ ഒക്കെ തന്നെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടില്ല. അക്കാലത്ത് തന്നെ നിങ്ങൾ മദ്രസയിൽ 2ാം ക്ലാസ്സിൽ തോറ്റവരാണ്. നിങ്ങളെ ജനം TV പോലെയുള്ള TV-യിൽ കൊടുന്നിരുത്തിയിട്ട് മതത്തിൻ്റെ ഫത്വ ചോദിക്കുന്ന വിഡ്ഢികൾക്ക് ജാമ്യതയെയും ആരിഫിനെയും ലിയാഖത്തിനെയും വിളിച്ചു വരുത്തി ചാനൽ ചർച്ചയിൽ ഇസ്ലാമിൻ്റെ ആധികാരികത, ഖുർആനിൻ്റെ ആധികാരികത 3ാം ക്ലാസ്സിൽ തോറ്റ 2ാം ക്ലാസ്സിൽ തോറ്റ ആരിഫിനോട് ചോദിച്ചാൽ ഒരു ആയത്ത് പോലും നന്നെ ചൊവ്വേ അതിൻ്റെ തജ്വീദ് അനുസരിച്ച് പറയാൻ പറ്റാത്ത, അർത്ഥം പറയാൻ പറ്റാത്ത എവിടുന്നോ ഒക്കെ നോക്കിപ്പിടിച്ച്, അഥവാ മുസ്ലിങ്ങളും മറ്റും പഠിക്കുന്നത് പോലെ ഏതോ ചില ആയത്ത് വിമർശിക്കാൻ വേണ്ടി പഠിച്ച് അത് മുഴുവനും വഞ്ചനയാണ് നടത്തുന്നത്, ബോധ്യം വരികയുമാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഇന്ന് ബോധവാന്മാരാണ്. നിൻ്റേതായിട്ടുള്ള ഈ തന്ത്രങ്ങൾ ഫലിക്കുകയില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.